ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഇത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് വൈകുന്നേരത്തെ ചായ വെച്ചിട്ടില്ല. ചൂടായതുകൊണ്ട് തന്നെ ചായ തീരെ കുടിക്കാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ ഒരു തണ്ണിമത്തനൊക്കെ വാങ്ങിച്ച് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ എല്ലാവർക്കും കഴിക്കാൻ. നോമ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ കടകളിലൊക്കെ ഇഷ്ടം പോലെ തണ്ണിമത്തൻ കൂട്ടിയിട്ട് വിൽക്കണുണ്ട്. അപ്പോൾ ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചതാണ്. തണ്ണിമത്തൻ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അടിഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കഴിക്കുന്നവർക്കും എളുപ്പമാണ്, കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ അടിഭാഗനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കലാണ്. ഇന്ന് ജോലി കഴിഞ്ഞിട്ട് കുറച്ച് വൈകിട്ടാണ് എത്തിയത്. നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ ചെടിക്കൊക്കെ ഒന്ന് നനയ്ക്കാൻ പോവാണ് കേട്ടോ. ചെടിക്ക് ദിവസം നനയ്ക്കണം. നല്ല ചൂടായതുകൊണ്ട് തന്നെ വൈകിട്ടാകുമ്പോഴത്തേനും ചെടികളൊക്കെ ആകെ വാടി തളർന്നുണ്ടാവും. ഇനിയിപ്പോൾ ഒന്ന് വൈകി എത്തിയോണ്ട് തന്നെ എല്ലാ പണികളും ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സമയമാകുമ്പോഴത്തേനൊക്കെ ചെടിക്ക് നനയ്ക്കൽ കഴിയലുണ്ട്. ഇന്നിപ്പോൾ നല്ല വൈകി നനയ്ക്കാൻ. രാവിലെ കഴുകി വെച്ച് പോയ പാത്രങ്ങളൊക്കെ ഒന്ന് സ്റ്റാൻഡിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. രാവിലെ അങ്ങനെ ഒരു കൊട്ടയിലാക്കിയിട്ട് വെച്ചിട്ട് പോകും. കമഴ്ത്തിയൊക്കെ ആണെങ്കിൽ സമയം ഉണ്ടാവില്ല. പിന്നെ വരുമ്പോഴത്തേനും ഉണങ്ങിയിട്ട് അങ്ങനെ അത് എടുത്ത് വയ്ക്കലാണ്. ഞാൻ ചോറുണ്ടായ പാത്രമൊക്കെ ഒന്ന് കഴുകി വയ്ക്കാൻ പോവാണ്.
ഇനി വരുമ്പോൾ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നാളെ സാമ്പാർ വയ്ക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ സാമ്പാർ വയ്ക്കുമ്പോൾ എപ്പോഴും ഇഡ്ഡലിയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇഡ്ഡലിക്ക് അരി വെള്ളത്തിലിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സമയം കുറച്ച് വൈകിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് വൈകി അരച്ചാലും ആവുമല്ലോ, പെട്ടെന്ന് ആവും. നല്ല ചൂടല്ലേ ഇപ്പം. അരി വെള്ളത്തിലിടുമ്പോൾ കഴുകിയിട്ട് വെള്ളത്തിലിടലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ വെള്ളമായിട്ടാണ്ട് അരയ്ക്കുക ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇഡ്ഡലിക്ക്. വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ്. പഴം, പച്ചക്കറി, പിന്നെ ഓയിൽ, പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കവർന്ന് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇനി നാളേക്ക് തീ പൂട്ടാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുകയാണ്. ഒന്ന് തുടച്ചിട്ടാൽ പിന്നെ രാവിലെ നേരത്തെ തീ പൂട്ടേണ്ടതല്ലേ. അപ്പോൾ രാവിലെ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് തുടച്ച് റെഡിയാക്കി ഇടുകയാണ്. മോട്ടർ ഇട്ടിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ നാളേക്ക് നിറച്ച് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിറച്ച് അടുപ്പത്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ എളുപ്പമാണ്, വേഗമായിട്ട് തീ കൂട്ടല്ലേ വേണ്ടു. നാളെ സാമ്പാർ വയ്ക്കാനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുകയാണ് കേട്ടോ. തലേ ദിവസം അരിഞ്ഞ് വെച്ചാൽ രാവിലെ പെട്ടെന്ന് എളുപ്പമാണല്ലോ വയ്ക്കാൻ. അങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ചപ്പാത്തിയും ഉള്ളിക്കറിയാണ്, രാവിലെ ഉണ്ടാക്കിയ ഉള്ളിക്കറിയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ച്. താങ്ക് യു.